അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്റെ ലൈഫ് ഇതാക്കിയ മനസ്സിലാവും. ഭയങ്കര ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇതായിപ്പോയി സമയത്ത് കാട്ടിക്കുട്ടികളൊക്കെ ആയിരുന്നു. ഇങ്ങനെയാണ് എനിക്കൊരു അറിയത്തില്ല, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്തോ ഇപ്പൊ പറയാനൊക്കെ തോന്നി. ഇങ്ങനത്തെ കാര്യങ്ങൾ എന്റെ ലൈഫ് സ്റ്റോറി ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ചിലവർക്ക് എന്നോട് എന്താണ് ഒരു ഇഷ്ടമൊക്കെ കുറയാൻ പോവാം. ഇപ്പൊ മനസ്സിലായി ആ ഒരു കണക്ഷനാണ് ഞങ്ങള്. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മിൽ. എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറങ്ങിയിട്ടേ ഇപ്പം പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. അവരും എല്ലാവരും ഇപ്പൊ എന്നെ അങ്ങനെ. നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കാണുമല്ലോ. അതിലെ ഒരു മകന്റെ നീർന്ന ജീവിത കഥയാണ് അവൻ പറയുന്നത്. കൊല്ലം സുധി എന്ന കലാകാരനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ആ ചിരിക്ക് പിന്നിലെ കൊല്ലം സുധിയുടെ ആ മകൻ കിച്ചു അനുഭവിച്ച ആ വേദനകൾ നമ്മൾ ആരും അറിഞ്ഞില്ല. കിച്ചു ഇപ്പോൾ നടത്തിയ തുറന്നു പറച്ചിലുണ്ടല്ലോ, അത് ഓരോ മലയാളിയെയും ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്. കിച്ചുവിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ ആദ്യം കാണുന്ന എന്താണ്? അമ്മയില്ലാത്ത കുട്ടി നേരിട്ട അവഗണനയെ കുറിച്ചാണ് അവൻ പറയുന്നത്. സ്വന്തം അമ്മ പോയതിനു ശേഷം വന്നവർക്ക് കിച്ചു ഒരു ഭാരമായിരുന്നു എന്നുള്ള രീതി തന്നെയായിരുന്നു അവന്റെ ഓരോ വാക്കുകളും നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഒരു മുറിക്കുള്ളിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ മാത്രം തന്റെ ലോകം ഒതുക്കേണ്ടി വന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ അതൊന്ന് ആലോചിച്ചു നോക്കേ. ഭക്ഷണം പോലും ചോദിക്കാൻ മടിക്കുന്ന, ആരോടും മിണ്ടാത്ത ആ ഒരു അവസ്ഥ വളരെ ഭയാനകമാണ്. എന്തായാലും നമുക്ക് കിച്ചുവിന്റെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. കുറച്ച് പ്രശ്നങ്ങൾ അതിൽ തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചിലപ്പം ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും എന്താ പറയാ, കൂടുതലും എനിക്ക് നെഗറ്റീവ് ആയിരിക്കാം. ചിലപ്പം എന്നെ സ്നേഹിക്കുന്നവർക്ക് ചിലപ്പം എന്താണ് വെറുക്കാം, ഒന്നും അറിയത്തില്ല എനിക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും. പക്ഷെ എന്തായാലും ഞാൻ പറയാം, എന്തായാലും പറയാമെന്ന് വിചാരിക്കുന്നു ഞാനിങ്ങനെ. പിന്നെ വരുന്ന ചോദ്യങ്ങൾ, വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ നിനക്ക് എപ്പോഴാണോ പറയാൻ ടൈം കിട്ടിയേ, ഇതിന് മുന്നേ സമയമില്ലായിരുന്നു, അങ്ങനത്തെ കുറെ ടോക്കൊക്കെ വരാം. ഇത് മൊത്തം കേട്ട് കഴിയുമ്പോൾ കേട്ടോ, അങ്ങനെ കുറെ ടോക്കൊക്കെ വരാം. എന്താണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ടൊരു ഇൻട്രോവേർട്ടാണ് സത്യം പറഞ്ഞു. എനിക്കൊരു ഒന്നും അങ്ങോട്ട് സംസാരിക്കാൻ അറിയത്തില്ല വലുതായിട്ട്. അതൊക്കെ ഒരു എന്താണ് ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെ ഇതായി പോയതാണ്. പക്ഷെ എനിക്ക് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒരു ഇതാക്കി തരാം, എൻ്റെ ലൈഫ് സ്റ്റോറി. അപ്പം നമുക്ക് തുടങ്ങാം. ലൈഫ് സ്റ്റോറി എൻ്റെ, അതായത് 2004 ഞാൻ ജനിക്കുന്നു. ആദ്യം എൻ്റെ സ്വന്തം അമ്മ ശാലിനി എന്നാട്ടെ എൻ്റെ സ്വന്തം അമ്മയുടെ പേര്. അപ്പം ഞാൻ തൃശ്ശൂരാണ് ജനിക്കുന്നതും. അപ്പം ആ സമയത്തുള്ള എൻ്റെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ അടിയാണ്. രണ്ടുപേരുടെയും ഭയങ്കരമായിട്ടുള്ള അടിയാണ് എൻ്റെ ഓർമ്മയിലുള്ള ആ ഒരു സമയം ഇങ്ങനെ ആലോചിക്കുമ്പോൾ. അവരുടെ രണ്ടുപേരുടെയും ഭയങ്കര ഫൈറ്റ് നോക്കിയിട്ടുണ്ട്. അവരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി, അതാണ് കുഞ്ഞിലോട്ടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഓർമ്മയെന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ സ്കൂട്ടർ എടുത്ത് അവിടെ പോകാനായിട്ട് എത്തുന്നു. ഞാൻ ഭയങ്കര കടിച്ചിട്ട് കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ സ്വന്തം അമ്മ അപ്പം എന്തോ എൻ്റെ 2-1.5 വയസ്സിലുള്ളപ്പം വേറൊരാളുടെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ ഈ സ്കൂട്ടറിൻ്റെ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകാൻ വെച്ചാൽ അച്ഛനൊരു സ്കൂട്ടർ എടുത്ത് എന്തോ എവിടെ പോകാനായിട്ടേക്ക് ഞാനും വരുന്നു. അച്ഛൻ പറഞ്ഞു വരണ്ട ഇവിടെ നിന്നു. അച്ഛനൊരു കൂട്ടാനും ഉണ്ടായിരുന്നു, കൂട്ടാൻ്റെ സ്കൂട്ടറും കണ്ട. ആ സ്കൂട്ടർ എടുത്തോണ്ടാകുന്ന ആ സ്കൂട്ടറും എടുത്തോണ്ട് പോയിട്ട് പുള്ളി സൂയിസൈഡ് ചെയ്യാനായിട്ടും കണ്ട് നോക്കിയതാ. നേരെ ഒരു ലോറിയുടെ ഫ്രണ്ടിലൊക്കെ കൊണ്ടിരിക്കാനൊക്കെ പോയി. പക്ഷെ രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. ഒരു കടത്തിന്റെ ഫ്രണ്ടിൽ പോയി രണ്ടുപേരിരുന്ന് ഞാൻ കരഞ്ഞു. എനിക്കും ഒന്നും പറ്റിയില്ല, അച്ഛൻ്റെ മുട്ട് മാത്രം മുറിഞ്ഞു. അതൊക്കെയാണ് എനിക്ക് എൻ്റെ ആ ടൈമിലെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞത്. കൂടുതലും ആ ടൈമിൽ ഇവിടെ രണ്ടുപേരും അടി എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുള്ള. കുഞ്ഞിലോട്ടേ കാണുന്നത് ഈ സംഭവം അടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ 2-3 വയസ്സുള്ളപ്പോഴത്തേക്ക് ഞാനും അച്ഛനും കൊല്ലത്ത് വന്നു. പിന്നെ എന്നെ നോക്കുന്നത് അച്ചാമ്മ, വല്യമ്മ, വച്ചല്ലേ. പിന്നെ എനിക്ക് 2 അനിയത്തിമാരുണ്ട്, പാറൂട്ടി, ചേച്ചി. അവരുടെ ഒപ്പൊക്കെ ആയിരുന്നു എൻ്റെ ആ ഒരു 5ാം ക്ലാസ് വരെ. എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ സെക്കൻഡ് മാരേജ് ആയി, വീണ എന്ന് പറയുന്ന ഇതായിട്ട്. അവരായിട്ടും ഇത് തന്നെ ആയിരുന്നു. ആ സമയത്ത് അച്ഛനായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റേ ഇല്ലാതായിപ്പോൾ. എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും. ഈ വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ട് ഒരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുതിക്കുട്ടാന്നൊക്കെ വിളിച്ചോണ്ട്, അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പറയണമെന്ന് അറിയത്തില്ല, കുറെ ഇങ്ങനെ ഉണ്ട്. എനിക്ക് എന്തോ ഇങ്ങനെ പറഞ്ഞു തരണം, എന്റെ മനസ്സിലുണ്ട് എൻ്റെ എല്ലാ കാര്യം. അത് ഇങ്ങനെ പുറത്തോട്ട് പറയണമെന്ന് എനിക്കറിയത്തില്ല. യു ക്യാൻ കിച്ചു കമോൺ. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ. അടി ഭയങ്കരമായിട്ടുള്ള അടി, ഭയങ്കര സീൻ. അപ്പൊ എനിക്ക് ഓരോ കാര്യങ്ങളും എനിക്ക് ഇതുണ്ട്, മനസ്സിലാവുന്ന ഒരു സമയമാണ് ടൈമൊക്കെ. ഭയങ്കരമായിട്ട് അടി. പിന്നെ അവർക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഒരു വണ്ടിക്കകത്ത് അവർക്ക് കല്യാണം കഴിക്കുന്നതിന്, അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവരുടെ സെക്കൻഡ് മാരേജ് വരുന്നത്. അവർക്ക് അതിൽ ഫസ്റ്റ് 2 പിള്ളേരും ഉണ്ട് അവർക്ക്. അതൊക്കെ ഞാൻ അറിയുന്നത് കുറെ കഴിഞ്ഞിട്ടാട്ടോ. എൻ്റെ അടുത്ത് അത് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്കൂട്ടർ എടുത്ത് ഞങ്ങൾ. സ്കൂട്ടർ എടുത്തപ്പം അതിനകത്ത് ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ട്.
അപ്പോഴാണ് ഇങ്ങനെ ഞാൻ അറിയുന്നത്, എനിക്ക് അറിയാവുന്നത് ആ സംഭവം. 2 പിള്ളേർ തന്നെ ഒരുമാതിരി ഇങ്ങനെയാണ് കണ്ടുകൊണ്ടത്. അച്ഛനെ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ വൈകിട്ടും എല്ലാം കാണാം. എന്നോട് എന്തോ ഒരു ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. പിന്നെ അതെന്തോ രാത്രി അച്ഛൻ വീട്ടിൽ, പിന്നെ അച്ഛനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് അങ്ങനെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ട് നിൽക്കുന്ന. പിന്നെ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മകളുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞത് ഓർമ്മയുണ്ട്, സംഭവം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് എങ്ങനെ ഒരു പുറത്തോട്ട് പറയണം അതെനിക്ക് അറിയത്തില്ല എങ്ങനെ സംഭവം. അതാണ് ഒരു പ്രശ്നം. ഇടത്തേക്കാണ് ഞാൻ ഇരുന്ന് പറയും, പക്ഷെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാനും ഇങ്ങനെ കാര്യങ്ങൾ പറയാനും ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സൈലന്റാ. പാട്ടൊക്കെ കേട്ട് വേടന്റെ പാട്ടിൽ ഓരോ വരികളും എൻ്റെ എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ എൻ്റെ ലൈഫായിട്ട്. 5ാം ക്ലാസ്സിൽ വെക്കേഷൻ ആ ടൈമിൽ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുക, ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇങ്ങനെ എറണാകുളത്ത് നിൽക്കുന്നു, കുറേ നാൾ എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളിൽ ഇപ്പം കാണുന്ന അമ്മയില്ലേ, രേണുസുതി, രേണുസുതി ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന. ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്, സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ആദ്യം ഞാൻ കാണാമെന്ന് ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി, മനസ്സിലായി. അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി, ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്, അച്ഛന് ഇഷ്ടമാണോ, ഞാൻ അച്ഛന് ഇഷ്ടമാണോ, നമുക്ക് ആ രീതിയിൽ പറഞ്ഞു. അപ്പം അങ്ങനെ കൊല്ലത്തെ വീട്ടിലൊക്കെ വന്ന് ഇവിടെ സംസാരിച്ച്, വല്യമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച്. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇത് നടന്നിട്ടുണ്ട്. വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ആയി. ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഡിവോഴ്സായി. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ കെട്ടുന്നത് കേട്ടോ ഇപ്പോഴത്തെ. അങ്ങനെ കൊല്ലത്തൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ. എന്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടിയുടെ വളർച്ചയിൽ സ്നേഹവും സുരക്ഷിത ബോധവും തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അത് നൽകാതെ ഒരു കുട്ടിയെ ഒറ്റപ്പെടുത്തുന്നത് അവനെ മാനസികമായിട്ട് തളർത്തും. കിച്ചുവിന്റെ കാര്യത്തില് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതും. ആ വീട്ടില് അവനൊരു ഔട്ട്സൈഡർ ആയിരുന്നു. കൊല്ലം സുധി എന്ന് പറയുന്നത് തന്റെ അച്ഛൻ മാത്രമായിരുന്നു കിച്ചുവിന്റെ ഏക ആശ്രയം എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു അച്ഛൻ മരിച്ച ആ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ കിച്ചു അനുഭവിച്ച ആ ഒരു ഷോക്ക് വിവരിക്കാനാവാത്തത് തന്നെയാണ്. അച്ഛന്റെ ബോഡി കാണാൻ പോകുന്ന വഴിയിൽ പോലും കൂടെയുള്ളവർ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു എന്ന് കിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ അവനൊക്കെ എന്താ മറുപടി പറയണ്ടേലേ. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ കൂടെയുള്ളവർക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു? അവിടെയാണ് ആ കുട്ടിയുടെ തനിമ നമുക്ക് മനസ്സിലായത്. ആ ഒരു മകൻ അനുഭവിച്ച വേദനയുടെ ഒരു അംശം പോലും കൂടെ ഉണ്ടായിരുന്നവർ എന്ന് വെച്ചാൽ അവർക്കുണ്ടായിരുന്നില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഞാൻ കൂടുതലും വീട്ടിൽ കൊല്ലത്തേക്ക് എന്നെ ഇങ്ങനെ അച്ഛാമ്മ പുറത്തോട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കൂട്ടുകാർ അങ്ങനത്തെ രീതിയിൽ കളിക്കാനൊന്നും പോകത്തില്ല. എന്താ ചേച്ചി, പാറു, ഞാൻ അങ്ങനെയുള്ള ഒരു സെറ്റിൽ നിന്ന് കളിക്കത്തുള്ളൂ. അപ്പം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഇങ്ങനെ പുറത്തേക്ക് കളിക്കണം. പക്ഷെ വഴക്ക് കിട്ടും, എങ്കിലും അറിയാതെ കുളിച്ചോട്ട് പോയിട്ട് വരും. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ അവിടുത്തെ ഒരു ഇതിൽ ഭയങ്കര ഒരു ഫ്രീഡം. ഞാൻ അച്ഛനെ എപ്പോഴും കാണുന്നു, അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് വന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ എന്തോ പറയണമെന്ന് എനിക്ക് ശരി ബാക്കി പറയാം. ഞാൻ ഒരു കമ്പ്യൂട്ടറൊക്കെ എടുത്തൊരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ആകാൻ തന്നൊരു കാരണം അതുമല്ല, അതും വേറെ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടുന്നാണ് എൻ്റെ ഒരു എന്താണ് ഒരു തുടക്കം. വീട്ടിൽ ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ കാശില്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ കയറി എനിക്ക് ഫുഡ് തരും, പോകും. ഇടയ്ക്ക് ഋതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടിയെടുത്ത് കീബോർഡിലേക്ക് ഋതപ്പം കളിച്ചോണ്ടിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി. അപ്പം എനിക്ക് അപ്പം പിന്നെ കൊറോണ വന്നിട്ട് ഋതപ്പൻ ഉണ്ട് ആ ടൈമിലൊക്കെ. കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്യാൻ അച്ഛൻ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച്. ആ സമയം ലോക്ക്ഡൗൺ ആയി, ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറെ കടമൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് അവരെയൊക്കെ നോക്കി. ഈ നോക്കുന്നതിനിടയ്ക്ക് ഈ മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ, അച്ഛൻ, അമ്മ,
ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവളുടെ 2 മക്കള്, പപ്പ, അമ്മ. ഇവരെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതും ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ ഈ അച്ഛന് എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം, ഞങ്ങളുടെ കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു. നോ പറയാൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വിഷമമാവുമോ ഒരു സംഭവമാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഞാൻ ഇപ്പം ഞാനൊന്നും ഓരോ കാര്യം പറയാത്തതും ബാക്കി പറയാം. അങ്ങനെയാണെന്ന് ഞാൻ റൂമിനകത്ത് മൊത്തം ഒരു 3 വർഷം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ എനിക്കിങ്ങനെ തോന്നി ഇതൊക്കെ നിർത്താം, കമ്പ്യൂട്ടർ പരിപാടിയെല്ലാം നിർത്താമെന്ന്, പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി എടുത്ത്. ഞാൻ ആദ്യം വണ്ടി എടുത്തിട്ട് അപ്പം ഈ 10 കൂടെ പഠിച്ച കുറച്ച് ഒരു കൂട്ടുകാരുണ്ട്, അവനേട്ടാ കമ്പനി ഒരുത്തനുള്ളേട്ടാ. അങ്ങനെ അവിടെ ഇങ്ങനെ പോകും ഞാൻ ഡെയിലി. പിന്നെ അങ്ങോട്ട് പോകാൻ തുടങ്ങി, കൂട്ടുകാരായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോഴും അച്ഛൻ്റെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നൊരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കും ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമാണ് ഇവരുടെയൊക്കെ. ഇവിടെ അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും ഇപ്പം പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി ഇതൊക്കെ പറയണോ? എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം, എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല ഇതൊക്കെ. കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ല. മനസ്സിൽ എനിക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരണോന്ന് അറിയത്തില്ല. അതൊക്കെ കൊണ്ട് എൻ്റെ ഒപ്പം എപ്പോഴും ഒരുത്തർ ഇങ്ങനെ കൂടി ഇരുത്തുന്നത്. അവനാകുമ്പം അവന് നല്ലപോലെ അറിയാം ഞാൻ എന്തായിരിക്കും അടുത്ത പറയാൻ വരുന്ന, എന്താ എൻ്റെ മനസ്സിൽ. അതാ എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ, എൻ്റെ കൊല്ലത്തുള്ള കൂട്ടുകാർക്ക് എല്ലാം ഞാൻ എന്താണ് അടുത്ത് പറയാൻ പോകുന്നത്, എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എല്ലാം അമ്മമാർക്ക് അറിയാം. അതാണ് ഞാൻ അത്ര ധൈര്യത്തോടെ അമ്മമാരെ ഒരു വീഡിയോ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും കാര്യം സംസാരിക്കാനാണെങ്കിലും അമ്മമാരെ ഇരുത്തുന്നത്. എന്നെ കാട്ടി നല്ലല്ലോ അമ്മമാർ സംസാരിക്കും. അതാണ് ഒരു പ്രശ്നം, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ എവിടെ അങ്ങനെ പോകുന്നു, അങ്ങനെ ലൈഫ് അങ്ങനെ കൂട്ടുകാരത്ത് മാത്രം ഒരു കണക്ഷൻ ഇല്ല. വീട്ടുകാർ ഇങ്ങനെ പുറത്ത് പോകുന്നു, കൂട്ടുകാർ അങ്ങനെ നടക്കുന്നു. മൊത്തത്തിൽ ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു, ആരുമില്ല. ഇങ്ങനെ ഗെയിമും കളിച്ചിങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നും ഇല്ല, ഇങ്ങനെ പൊക്കോണ്ട് നിൽക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാനച്ഛന് ഷൂട്ടിനാണേലും ഞാനച്ഛന് സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ഞാനച്ഛന് ഷൂട്ടിന് പോകുമ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനച്ഛൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും ഓരോ കാര്യങ്ങൾ, കോട്ടയത്തെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സംസാരിക്കും. അപ്പോഴും ഒരു കാര്യം പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് കൊല്ലത്ത് ചോദിച്ചായിരുന്നു, വിളിച്ച് ഞാൻ കൊല്ലത്ത് വന്ന് നിൽക്കട്ടെ. അപ്പം അവരങ്ങനെ സമ്മതിച്ചില്ല. അപ്പം അങ്ങോട്ട് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് സമ്മതിച്ചില്ല. അവിടെ തന്നെ നിന്ന് അങ്ങനെ ഇങ്ങനെ പോകുന്നു. അപ്പം ഒരു ദിവസം അച്ഛൻ, ഞാൻ ഷൂട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, അപ്പം ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛൻ അങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു, എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെ ഒരു വട്ടായിപ്പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലും എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്ന് ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാത്രി വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോൾ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാം. ഇവിടെ രേണുസുതി വന്നപ്പോൾ പോലും കിച്ചുവിന് കാര്യമായിട്ടുള്ള യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്ന് വേണം സൂചിപ്പിക്കാൻ. കാരണം അവൻ പറയുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പോലും അവനെ മാറ്റി നിർത്താൻ ശ്രമിച്ചു എന്നും കൊല്ലം സുധിയുടെ ഈ ഒരു മരണത്തിന് ശേഷം കിച്ചു കൂടുതൽ ഒറ്റപ്പെട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെയാണ് സംഭവം. അത് പല കാര്യങ്ങൾ, അത് ഈ ഒരു മരണ വാർത്ത അറിഞ്ഞതിന് മുതൽ ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പിന്നെ രേണുവിന്റെ ആറ്റിറ്റ്യൂഡിനുള്ള ഒരു വ്യത്യാസം കണ്ടപ്പോൾ തന്നെ പലർക്കും തോന്നിയ ഒരു കാര്യമാണ്. കിച്ചുവും അതുപോലെ മാറി നിൽക്കുന്നു, കൊല്ലത്ത് നിൽക്കുന്നു. അപ്പം ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് തന്നെ ശരിയാണോ, അതോ വളരെ വലിയ രീതിയിൽ അകൽച്ചയിൽ തന്നെയാണെന്ന് നമുക്ക് പല വീഡിയോസിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നു തുടങ്ങി. ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോഴും ഈ ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ട്, ഉറങ്ങിപ്പോകുന്ന സ്വഭാവം. അപ്പം ഞാൻ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ കിടന്നുറങ്ങാം, രാവിലെ എന്തായാലും വരും. അപ്പം അങ്ങനെ തുടങ്ങി. ഒക്കെ എൻ്റെ അമ്മ ഒന്ന് ഇങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട്, ഞാരാ എനിക്ക് അച്ഛനെന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കാം. ഞാനിപ്പം എണീക്കുന്ന അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ ഫോണിലോട്ട് വിളിച്ചിട്ട് എടുക്കുന്നൊന്നുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഞാൻ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഇതായിട്ടുണ്ട്.
അപ്പോഴത്തേക്ക് ഞാൻ നേരെ ആദ്യം അനൂപേട്ടനെ വിളിച്ചിട്ട് എന്തോ പറ്റിയ അനൂപേട്ട അച്ഛന്. അനൂപേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ല, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത്. ആ ഫോൺ എടുത്ത് എറിഞ്ഞ് എന്തോ അനൂപേട്ട പറയുന്നത്, അങ്ങനെ അനൂപേട്ടൻ ചോദിച്ചത് എന്തോ അനൂപേട്ട പറയുന്ന. അപ്പം ഒരു കാലിൻ്റെ എൻ്റെ ശരീരം മൊത്തം ഇങ്ങനെ അങ്ങ് തണുത്തു പോയി ഭയങ്കരമായിട്ട്. എന്തൊക്കെയാണ് നടക്കുന്ന ആ ടൈമിൽ ഒന്നും അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ വരുന്നു എൻ്റെ അടുത്ത്, എന്തൊക്കെയോ ഒരു സിനിമയിലൊക്കെ നടക്കത്തില്ല അതുപോലെ ഇങ്ങനെ നടക്കുന്നു. ആരൊക്കെ വന്നിട്ട് തന്നെ ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്നു പൊക്കോണ്ട്. അതിനിടയ്ക്കുള്ളൊരു ഇത് പറഞ്ഞുതരാം. വണ്ടി പൊക്കോണ്ട് നിൽക്കുമ്പം ഇവർ നേരെ ഒരു എനിക്ക് അപ്പോഴും എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാൽ രൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതാണോ, അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ചെന്നാലും എനിക്ക് ഇങ്ങനെ ഒരു സമാനം കിട്ടത്തുള്ളൂ, എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാർ ഇങ്ങനെ പൊക്കോണ്ട് നിൽക്കുന്നിടത്ത് ഇവർ അടിച്ചു പൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ ഇങ്ങനെ നോക്കും. എനിക്ക് ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക, എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല, ഇങ്ങനെ നിൽക്കുക. ഇവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്, തുപ്പ ഇറക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒന്നും മിണ്ടാതെ എനിക്ക് അന്നോട്ട് തുടങ്ങി എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നിനോടൊന്നും ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തോ ആയിപ്പോയി. ഞാൻ ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു. ആശുപത്രി എത്തുന്നവരെ ചിന്തിക്കും ഇതൊക്കെ ഒരു പ്രാങ്ക് എന്നായിരിക്കണേ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണേ. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ന്യൂസ് ഇട്ടേക്കുക, ന്യൂസിനകത്ത് കണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ നേരെ ചെന്ന ആദ്യച്ഛനെ അവിടെ പോയി കണ്ട് ഇങ്ങനെ അകത്ത് ഒരു ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു റൂം ഇങ്ങനെ തുറന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ മാറ്റി കാണിച്ചു. അപ്പം ഇതായി മനസ്സിലായി. എന്നിട്ട് എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. അങ്ങോട്ട് എന്തോ ഇതാവും, ഞാരുണ്ട്, എന്തിനു വിളിക്കും. അങ്ങനെ നിൽക്കാൻ നേരത്തെ അനുപേട്ടൻ വന്നിട്ടുണ്ട്, അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിന്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അവരതൊക്കെ ചെയ്യുന്നു. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ ബോഡി കൊല്ലത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാർ എന്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറെ പള്ളിക്കാരും അളിയനും പോവുക. ഇവരാണ് എൻ്റെ ഫോണൊക്കെ വാങ്ങി വയ്ക്കുന്നത്, പറഞ്ഞാൽ മതി, പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഞാൻ എറണാകുളത്ത് നിന്നപ്പോഴത്തേക്ക് അനുപേട്ട ഇങ്ങനെ കാര്യം എനിക്ക് കൊല്ലത്തുകൊണ്ട് കാണിക്കണം. ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് രാത്രി കൊല്ലത്തുകൊണ്ടൊക്കെ കാണിച്ച് തിരിച്ചു വന്ന്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ചെയ്യാം, എന്തോ അങ്ങോട്ട് ഒന്നും ഇതില്ലായിരുന്നു. ഇതൊക്കെ അനുപേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഇതാക്കി. പിന്നെ ഒരു അങ്ങനെ ഇതെല്ലാം പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരും ഈ പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നിട്ട് ഫ്ലവേഴ്സാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ പനുപേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നത്. പനുപേട്ടൻ പറഞ്ഞ ഒരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മായിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനും ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി. 89,000 രൂപ എങ്ങാണ്ട് തോന്നുന്നു മൊത്തം. ഞാൻ ഡയറക്റ്റ് വന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പൈസയൊക്കെ കുറച്ച് തന്നു. ഇങ്ങനെ മൊത്തം 89,000 എങ്ങാണ്ട് ബില്ലായി. അത് ഞാൻ ഇട്ട് കൊടുത്തു ഫ്ലവേഴ്സിൽ. അത് അനുപേട്ടൻ എല്ലാവരും കൂടെ ചെയ്തതെല്ലാം പൈസ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കായി ഞാൻ. ആ ടൈമിൽ ആദ്യമൊക്കെ അമ്മ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ആ ടൈമിൽ അച്ഛൻ വെച്ച ടൈമിൽ ഞാൻ വെച്ച് ഒരു സ്നേഹം ഇങ്ങനെ കിട്ടുന്നുണ്ട്. എന്തോ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതുമില്ല. എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ആ ടൈമിൽ. എനിക്ക് എന്തോ ചെയ്യാൻ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പണ്ട് അടിയൊക്കെ ഉണ്ടാക്കി. എനിക്ക് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ടൈമിൽ. എനിക്ക് രാത്രി ഉറക്കമില്ല. എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ണടച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ മുഖമൊക്കെ ആയിരുന്നു. എങ്ങനെ ഞാൻ ഇത് എനിക്കാണെങ്കിൽ അവിടെ ഒട്ടും പറ്റുന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ +2 ഇതായിട്ട് പഠിക്കുക, ഓപ്പൺ കോഴ്സ് എടുത്ത്. +2 ഒക്കെ ആ ടൈമിൽ നിർത്തിയത്. ഞാൻ ഓപ്പൺ കോഴ്സ് എടുത്ത് വീണ്ടും +2 പഠിക്കും. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഫോൺ വിളിക്കാനോ എൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കാനോ ഞാൻ എവിടെ കഴിച്ചാൽ ഒന്നിനും എന്നെ ഒരു നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല. ഇങ്ങനെ നടക്കുമോ ഞാൻ പോകുന്നു. രാത്രി 3 മണിക്ക് ആകുമ്പോൾ വരും. ഇങ്ങനെ തന്നെ എന്തോ
ഇന്ന് കൊല്ലം സുധിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന രേണു സുധി അദ്ദേഹത്തിന്റെ മകനെ ചേർത്ത് ആയിരുന്നു അല്ലേ? അങ്ങനെ വേണം ചെയ്യേണ്ടതായിരുന്നു. രേണു സുധി ഒന്ന് ഓർക്കുക, അമ്മ എന്ന വാക്കിന് ഒരു വലിയ അർത്ഥം തന്നെയുണ്ട്. കിച്ചുവിനെ ഒരു മകനായിട്ട് കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് അവൻ ഇങ്ങനെയൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് ആ ഒരു കരയേണ്ട അവസ്ഥ വരില്ലായിരുന്നു. സ്നേഹം അഭിനയിക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് നൽകാൻ വലിയ മനസ്സ് തന്നെ വേണം. ഇവിടെ കിച്ചു ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതും അവൻ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആർക്കും പറ്റിപ്പോകാവുന്ന ഒരു ഒന്നാണെന്ന് അവൻ പറയുന്നുണ്ട്. ഇത്തരത്തിൽ അവൻ ആ ഒരു സാഹചര്യത്തിൽ എത്തി എന്നുള്ള കാര്യം കൂടി അവൻ പറയുന്നത്. അത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അവൻ ചെയ്യുന്ന കാര്യം തെറ്റാണ്, അവൻ ചെയ്ത കാര്യം തെറ്റാണ് എന്നുള്ള കാര്യം. ഇവിടെ ചിലർ കിച്ചുവിനെ ലഹരിയുടെ പേരിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ചോദ്യം ഇതാണ് കേട്ടോ, ആരും സ്നേഹിക്കാനില്ലാത്ത, ആരും ചോദിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു കൗമാരക്കാരൻ എങ്ങോട്ടാണ് പോവുക? അവനെ തിരുത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കിച്ചുവിനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും അവനെ ചേർത്ത് പിടിക്കാനാണ് നമ്മളും ശ്രമിക്കേണ്ടത്. സംസാരിക്കണമെന്ന് എങ്ങനെ അറിയത്തില്ല, ഞാൻ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അറിയത്തില്ല. ആ സമയത്ത് എല്ലാവരുടെ ലൈഫിൽ ഒരു ബാഡ് ടൈം ഉണ്ടോന്ന് അറിയത്തില്ലേ? പക്ഷെ ആ ബാഡ് ടൈം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കി പറഞ്ഞുതരാം. അങ്ങനെ നിൽക്കാനായിട്ട് എനിക്ക് അപ്പോഴും ഒന്ന് ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ എന്തോ ഈ സംഭവമൊക്കെ ചെയ്യാനായിട്ട് കൊല്ലത്ത് പോയപ്പോഴത്തേക്കും അവരെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതാവുന്നു. അവിടെ ആ സ്നേഹം കണ്ടിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അവിടെ ആണെങ്കിൽ കുഞ്ഞിലോട്ട് അവിടെ അല്ല നിന്നിട്ടുള്ളതും. എനിക്കാണെങ്കിൽ അന്ന് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇവരോട് ഇവിടെ നിന്ന് പഠിച്ചോട്ടെ എന്ന് ചോദിക്കാൻ ഒരു പേടി. ആ സമയത്ത് എല്ലാത്തിനോടും ഒരു പേടി. ഒരു എൻ്റെ ഒരു വിഷമോ കാര്യം ആരും ഇല്ല എനിക്കൊന്നും പറയാനായിട്ട്. സത്യം പറഞ്ഞ ഇങ്ങനെ ആ ഒരു സമയത്തൊരു പ്രശ്നം ഇതൊക്കെ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആ സമയത്ത് ഒരു ഇതൊക്കെ കിട്ടുന്നു പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. നല്ല സ്വഭാവം അല്ലാതെ അത് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ ആ ടൈമിൽ എന്തൊരു ജോലി, ഈ റബ്ബറിന്റെ ഒരു ജോലിക്ക് ഞാൻ ഇങ്ങനെ പോയായിരുന്നു. ഒരു കൂട്ടാൻ്റെ വഴിയിൽ ഇങ്ങനെ അവിടെ വെച്ചിട്ട് വല്യമ്മ രാത്രി ഇങ്ങനെ വീഡിയോ കോളിൽ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വല്യമ്മ അതൊക്കെ കണ്ടിട്ട് കരച്ചിലൊക്കെ ആയി. അങ്ങനെ വല്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ കൊല്ലത്ത് വന്നു അവിടെ നിന്ന് ഇതാക്ക്, അങ്ങനത്തെ ഒരു ഇതായി. ഞാൻ കൊല്ലത്ത് വന്നു. ഞാൻ അവിടെ ഒന്നും ഞാൻ പറഞ്ഞു എനിക്ക് കൊല്ലത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും പറഞ്ഞൊന്നുമില്ല എൻ്റെ അടുത്ത്. സംസാരിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എൻ്റെ ഒരു ഇതിൽ നടക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ച് ഫ്ലവേഴ്സിൽ മാലിയാഴ്ചയായിട്ട് ചോദിച്ച് നിനക്കും ഋതപ്പൻ്റെ മേലും കൂടി വീട് വെച്ചാൽ നിനക്ക് എവിടെ വേണം വീടെന്ന് ചോദിച്ചു. ഞാൻ ആ ടൈമിൽ അവരുടെ ഒരു സ്നേഹമൊക്കെ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഋതപ്പൻ്റെ കാര്യം ഓർത്ത് എൻ്റെ മനസ്സിൽ ഇതായിരുന്നു പ്ലാൻ. ഒരു എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള രീതിയിലെല്ലാം മാറി നിൽക്കാൻ എനിക്ക് ഇവിടെ പറ്റത്തില്ല. എനിക്ക് അവിടെ നിൽക്കാൻ ഒട്ടും പറ്റത്തില്ല. അച്ഛനില്ലാതെ ഒട്ടും പറ്റത്തില്ല. ഒരു എന്താ പറയണ്ടേ, ഒന്നും ഇതാ എൻ്റെ ഒരു അനുഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന സംഭവം. എനിക്ക് എങ്ങനെ പറയണം എന്നറിയത്തില്ല. ഞാൻ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ പരിപാടി എല്ലാം ഞാൻ നിർത്തി. മനസ്സിലായോ? കൊല്ലത്ത് നിന്ന് എനിക്കൊരു 3 കൂട്ടുകാരെ കിട്ടി. പണ്ടോട്ടുള്ള കൂട്ടുകാരാ. എൻ്റെ കുഞ്ഞിലോട്ട് ഞാൻ കൊല്ലത്ത് പഠിച്ചുകൊണ്ട് വന്നപ്പം ഉള്ള കമ്പനിയാണ്. അവരുടെ പേര് എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹാഫിസ്, സെയ്ദ് അലി, ആഷിഖ്. എൻ്റെ ലൈഫ് മറ്റേ മഞ്ഞുമൽ ബോയ്സില്ലേ, അതിനകത്ത് കുഴിയിൽ താഴെ കിടക്കുമ്പം ഒരു കൈ തരത്തില്ലേ, എന്തോ ഒരു വീണ്ടും ഒരു കുറെ പ്രത് കിട്ടുന്നൊക്കെ പറയത്തില്ലേ, ആ കൈ ഇങ്ങനെ പൊക്കി തന്ന കൈ തന്നിങ്ങനെ എന്നെ പൊക്കിയെടുത്താൽ 3 പേര്. എൻ്റെ ലൈഫ് മൊത്തത്തിൽ എനിക്ക് സംസാരിക്കാൻ ഒരു മിണ്ടാതെ ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുക, ഒന്നും സംസാരിക്കാൻ അറിയത്തില്ല. എനിക്ക് എന്തോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് മാത്രം ഇങ്ങനെ നിൽക്കുന്നു. 3 പേര് കൊല്ലത്ത് വന്നിട്ട് 3 പേരെ ഇങ്ങനെ എന്നെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാരപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. എല്ലാത്തിനും എനിക്ക് മാറാൻ പറ്റി. ഭയങ്കരമായിട്ടൊന്ന് ഇതായി. ആൾക്കാരത്തൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കൊണ്ട് തന്നെ അങ്ങ് മാറ്റി, മൊത്തത്തിൽ എന്നെ ചേഞ്ച് ചെയ്ത് എൻ്റെ ലൈഫ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു എല്ലാത്തിൻ്റെ തുടക്കം ഇങ്ങനെ ഇട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് രാവാണോ പാട്ട് പാടിയില്ല. അപ്പം അതിനകത്ത് മെൻഷൻ ചെയ്യുന്ന ആളെ എനിക്കിപ്പോൾ മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി മൊത്തം നോക്കിയത് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ടൈമിൽ എന്തായാലും ഞാൻ പറഞ്ഞിരിക്കും. ആണ് ഇത്ര ഒരു ലൈഫിന്റെ മൊത്തത്തിൽ ഇങ്ങനെ മാറ്റിയെടുത്തേക്കുന്നത്. അമ്മ എൻ്റെ ഒരു കൈ വെച്ച് ഇങ്ങനെ പൊക്കി ഞാൻ തന്ന്, ബാക്കി അതായിരുന്നു. അങ്ങനെ ബാക്കി പറയാം. അങ്ങനെ എന്താ ഇപ്പം എനിക്കറിയത്തില്ല ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാകും. പിന്നെ ഇപ്പം എൻ്റെ പേരിൽ ഇങ്ങനെ കോട്ടയത്തുണ്ടായ എൻ്റെ ഒരു പാസ്റ്റ് ആ സമയത്ത് അങ്ങനെ ആയിപ്പോ എനിക്ക് എൻ്റെ ഒരു ലൈഫ് ഇതാക്കിയ മനസ്സിലാവും. ചിന്തിച്ചാൽ എനിക്ക് പിന്നെ അങ്ങോട്ട് എൻ്റെ ഒരു വിഷമങ്ങൾ പറയാൻ എനിക്ക് ആരുമില്ല, ഒന്നിനുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഒരിക്കലും ഇത് പറയണ്ടേന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ഇതായിപ്പോയി ആ സമയത്ത്. ആ ഒരു ഇതിന്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ആൾക്കാർ ഇങ്ങനെ കാണുന്നത്. പക്ഷെ എനിക്കതിൽ തെറ്റാൻ ഞാൻ മനസ്സിലാക്കി. എന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അതിൽ തെറ്റായി ഞാൻ മനസ്സിലാക്കി. ഞാനത് മാറ്റിയെടുത്ത് എൻ്റെ കൂട്ടുകാർ ഇതാക്കി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ ആ പേരാണ് എന്നെ ഇപ്പോഴും ഇട്ട് ഇങ്ങനെ ഒരു എന്താ ഭീഷണിപ്പെടുത്താനൊക്കെ പറയത്തില്ലേ, അതിന് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ മീഡിയാസ് ആണെങ്കിലും ഇങ്ങനെ മൊത്തം പറയത്തില്ലേ, ഇങ്ങനെ സംസാരിച്ച് നോക്കും, എന്റെ കഥകൾ മൊത്തം പുറത്തിറങ്ങും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്റെ ലൈഫ് ഇതാക്കിയാൽ മനസ്സിലാവും. ഭയങ്കര ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇതായിപ്പോയി.
സമയത്ത് കാട്ടിക്കുട്ടികളൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഇവര് വന്ന് ഇവിടെ വന്ന് ഓക്കെ ആയി ഇങ്ങനെ പോകുന്നു. എന്താവും അങ്ങോട്ട്, എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് ഒന്നും അറിയില്ല. ഇതൊക്കെ എന്താ ഇപ്പം ഒരു ചോദ്യം എന്തായാലും വരും. ഇതൊക്കെ നിനക്ക് ഇപ്പോഴാണോ പറയാനെങ്കിൽ ബ്രോ ഞാൻ എന്താ പറയാം, എനിക്ക് സംസാരിക്കാൻ ഒരു റൂമിൽ മാത്രം ഇങ്ങനെ എനിക്ക് അറിയത്തില്ല, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്തോ ഇപ്പൊ പറയാനൊക്കെ തോന്നി. ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ ലൈഫ് സ്റ്റോറി എനിക്ക് ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ചിലർക്ക് എന്നോട് എന്താണ് ഒരു ഇഷ്ടമൊക്കെ കുറയാൻ പോവാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എപ്പോഴും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ എന്താവും അറിയത്തില്ല. അങ്ങോട്ട് എന്തായാലും നോക്കാം. ഞാൻ ഇപ്പൊ ഓക്കെയാണ്, ഒരു കാര്യമില്ല. ഞാൻ കൊല്ലത്ത് ഹാപ്പി ആയിട്ട് ഇപ്പൊ പോവാ. പിന്നെ അമ്മയുടെ കാര്യം ഇപ്പൊ നോക്കുകയാണെങ്കിൽ അമ്മ അങ്ങനെ പോകുന്നത് എനിക്ക് എന്താ ഞാൻ ഇപ്പൊ മനസ്സിലായി. ആ ഒരു കണക്ഷനാണ് ഞങ്ങള്. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മിൽ. എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ പറയാൻ വിട്ടിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ ഓർമ്മ വരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇപ്പൊ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറങ്ങിയിട്ടേ ഇപ്പം പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. അവരും എല്ലാവരും ഇപ്പൊ എന്നെ അങ്ങനെ ഒരു ചെറുക്കൻ അങ്ങനത്തെ രീതി കാണണമെന്ന് അതൊക്കെ ഒരു ഫീലാവുന്നു ഭയങ്കരമായിട്ട്. ഇതൊക്കെ കൊണ്ട് പറയാമെന്ന് വിചാരിച്ച്. ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് സ്റ്റോറി. എന്താണേലും നോക്കാം. ഇപ്പം ഇത്രയൊക്കെ ആയില്ല, ഇത്രയൊക്കെ അനുഭവിച്ചില്ല, ഇത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചില്ല. ഇനി എന്നെ കൊണ്ട് പറ്റും. ഞാൻ ഒറ്റയ്ക്ക് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഇതാക്കുക. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ മൊത്തം പറഞ്ഞിട്ടില്ല, ഒരു 20% എന്നെ കൊണ്ട് പറയാൻ പറ്റിയിട്ടുള്ളൂ. ഒന്ന് മനസ്സിലാക്കിയെടുക്കട്ടെ, എന്നെ കൊണ്ട് പറ്റാത്ത ഈ ഒരു അറിയത്തില്ല. കിച്ചുവിന് നല്ല കഴിവുണ്ട്, അവൻ നന്നായി പാടുന്നുമുണ്ട്. അവന് നമ്മുടെ പിന്തുണ വേണം. കൊല്ലം സുധി നമുക്ക് നൽകിയ ചിരിക്ക് പകരമായിട്ട് ആ മകനെ നമുക്ക് ചേർത്ത് പിടിക്കണം. അനിയനായിട്ടുള്ള ഋതപ്പനെ അവനെ നോക്കണം എന്നാണ് കിച്ചുവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. എന്തായാലും ആ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഇവിടെ നമുക്ക് ഈ ഒരു വിഷയത്തില് സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഇടപെടൽ, അതിന്റെ കുറിച്ചും നമുക്ക് സംസാരിക്കാം. അതായത് കൊല്ലം സുധിയുടെ മരണശേഷം നമ്മൾ കണ്ടത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്ന ഒരു സഹതാപ തരംഗങ്ങൾ തന്നെയായിരുന്നല്ലോ. പ്രത്യേകിച്ച് രേണു സുധിയുടെ വീഡിയോകൾക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത. എന്നാൽ ഈ ഒരു വീഡിയോകൾക്കും അപ്പുറം, അതായത് റീൽസുകൾക്ക് പിന്നിലും കൊല്ലം സുധിയുടെ സ്വന്തം ചോരയായിട്ടുള്ള കിച്ചു അവൻ അനുഭവിച്ച ആ ഒരു മാറ്റി നിർത്തലുകൾ അത് ആരും കണ്ടില്ല. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഈ ഒരു ഹാപ്പി ഫാമിലി ഇമേജ് ഉണ്ടല്ലോ, അത് യാഥാർത്ഥ്യമായിരിക്കണമെന്നില്ല. കിച്ചുവിന്റെ വെളിപ്പെടുത്തലുകൾ വിരൽ ചൂണ്ടുന്നതും ഡിജിറ്റൽ ലോകത്തെ ഈ ഒരു പൊള്ളത്തരങ്ങളിലേക്ക് തന്നെയാണ്. സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനല്ല, അത് അനുഭവിക്കാനാണ് ആ ഒരു കുട്ടിയും ആഗ്രഹിച്ചത്. കിച്ചു തന്റെ ഭാഗം വ്യക്തമാക്കിയപ്പോൾ അവനെ ലഹരിയുടെയും അതുപോലെ മുൻകാല തെറ്റുകളുടെയൊക്കെ പേരിൽ വേട്ടയാടാൻ ഒരു വിഭാഗം തന്നെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു 19 വയസ്സുകാരൻ എന്ത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു തെറ്റിലേക്ക് പോയതെന്ന് ചിന്തിക്കാൻ ആരും തയ്യാറാകുന്നില്ല. അവന് തിരുത്താൻ ഒരു കൈസഹായം നൽകാതെ അവനെ വീണ്ടും ചതച്ചരയ്ക്കുന്നത് ക്രൂരത തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, മരണം കൊണ്ട് ഒരാൾ ഇല്ലാതാകും, അയാൾ ബാക്കി വെച്ച് പോകുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നതാണ് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ആദരം എന്ന് പറയുന്നത്. രണ്ടാം വിവാഹമോ മറ്റോ ഒരു കുടുംബത്തിൽ നടക്കുമ്പോൾ അവിടെ ആദ്യം പരിഗണിക്കേണ്ടതും ആ വീട്ടിലെ കുട്ടികളുടെ മനസ്സിന് തന്നെയാണ്. അവർക്ക് സുരക്ഷിത ബോധം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ബന്ധം പരാജയമാണ്. കിച്ചുവിനെ പോലെയുള്ള കുട്ടികൾ വഴിതെറ്റുന്നതും സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ്, അല്ലാതെ അവർക്ക് മോശമാകണം എന്നുള്ളത് കൊണ്ടൊന്നല്ല. ഇനി പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ, നമ്മൾ കാണുന്നതെല്ലാം സത്യമല്ല. ഒരു വശത്തെ മാത്രം കേട്ട് ഒരാളെയും വിധിക്കരുത്. കിച്ചുവിന് ഇപ്പോൾ വേണ്ടത് കുറ്റപ്പെടുത്തലുകളൊന്നുമല്ല, മറിച്ച് അച്ഛൻ നഷ്ടപ്പെട്ട ആ വലിയ സങ്കടത്തിൽ നിന്ന് അവന് കരകയറാൻ ഒരു താങ്ങാണ് വേണ്ടത്. അവനിലെ കലാകാരനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, അല്ലേ? ഇനി അവസാനമായിട്ട് എനിക്ക് കിച്ചുവിനോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. മോനെ, നീ ഒറ്റയ്ക്കല്ല. നിന്റെ അച്ഛനെ സ്നേഹിക്കുന്ന ഒരു വലിയ ജനത നിന്റെ കൂടെ തന്നെയുണ്ട്. പഴയ തെറ്റുകൾ മറന്ന് നിന്റെ കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് വരിക. നിന്റെ അനിയൻ ഋതപ്പന്റെ തണലായിട്ട് നീ വളരണം. എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾ കിച്ചുവിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എങ്കിൽ കമന്റ് ബോക്സിൽ അത് അറിയിക്കുക. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.